മറ്റൊരു പ്രധാന വാർത്ത വരുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരൻ ബിശ്വദീപ് ദാസിനെ ഇഡി ചോദ്യം ചെയ്യും. ജയിലിലെത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം. ബിശ്വദീപ് ഉൾപ്പെട്ട റാക്കറ്റിന്റെ കള്ളപ്പണ ഇടപാടുകളിൽ വിശദമായ പരിശോധന നടത്തും. കേരളത്തിൽ എത്തിച്ച ശേഷം ബിശ്വദീപിന്റെ കൂട്ടാളികളെയും ചോദ്യം ചെയ്യും. നികുതി വെട്ടിച്ച് 500ഓളം വാഹനങ്ങൾ കടത്തിയെന്നായിരുന്നു ബിശ്വദീപ് കസ്റ്റംസിന് നൽകിയ മൊഴി. എസ് ശരൺ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ് ശരൺ. 500ഓളം വാഹനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എഴുതി കൂട്ടിയാൽ പോലും ആ തുക അതിഭീമമായ തുകയായിരിക്കും ഈടാക്കിയിരിക്കുന്നത്. 10, 20, 25, 30 ലക്ഷമാണ് ഓരോ വാഹനത്തിനും ഇയാൾ ഈടാക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതും ഒരു 5 or 10 ലക്ഷം രൂപയുടെ മാർജിനിലൊക്കെയാണ് ഭൂട്ടാനിൽ നിന്നുള്ള ഈ വാഹനങ്ങൾ കൊടുത്തിരുന്നതെന്ന് അറിയുന്നു. സിനിമാ താരങ്ങൾ കൂടി ഉൾപ്പെട്ട കേസാണ്. അപ്പോൾ ബിശ്വദീപിൽ നിന്ന് കിട്ടുന്ന മൊഴികൾ ഈ സിനിമാ താരങ്ങൾക്കും കുരുക്കായി തീരും ഒരു പക്ഷേ, അല്ലേ ശരൺ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും. ഇതിൽ കസ്റ്റംസിന് നേരത്തെ ബിശ്വദീപ് ദാസ് നൽകിയിരുന്ന മൊഴി താൻ 500ഓളം വാഹനങ്ങൾ നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാൽ അതിനപ്പുറം കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെന്നുള്ള നിഗമനത്തിലാണ് കസ്റ്റംസ് ഉള്ളത്. ഇതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് അന്വേഷണം ഊർജിതമാക്കുന്നത്. നമുക്കറിയാം, ബിശ്വദീപ് ദാസിനെ നേരത്തെ പിടികൂടിയിരുന്നത്, അതായത് കഴിഞ്ഞ മാസം 22-നാണ് ഭൂട്ടാൻ അതിർത്തിയിൽ നിന്ന് പിടികൂടിയത്. അതിനുശേഷം കേരളത്തിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇയാൾ റിമാൻഡിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ജയിലിലെത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ നിർണായകമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഇഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫെമ കേസാണ്. ഈ ഫെമ കേസ് എന്നുള്ളത് കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള കേസാക്കി മാറ്റുന്നത് ഇഡിയുടെ പരിഗണനയിലുണ്ട്. അപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ആ ഒരു നടപടികളിലേക്ക് കടക്കാനാണ് ഇഡി ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ഈ ബിശ്വദീപ് ദാസിന്റെ കൂട്ടാളികളെ നേരത്തെ പിടികൂടാൻ കഴിഞ്ഞിരുന്നതാണ്. അസമിൽ നിന്നാണ് ഇവരെ പിടികൂടിയിരുന്നത്. ഇവരെ കേരളത്തിലേക്ക് എത്തിച്ചിട്ടില്ല. കേരളത്തിലേക്ക് എത്തിക്കുന്ന മുറയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവിടെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്യും. താങ്ക് യു ശരണാണ് വിവരങ്ങൾ നൽകിയത്.